എഴുന്നേക്കാം രാവിലെ, വെറുതെ നടക്കാറിറങ്ങിയതാവും. ഇളം മഞ്ഞത്ത് ഇതിലേക്ക് നടക്ക ഒരു സുഖ. ഇതില് നേരെ പോയാൽ ഭാരതപ്പുഴയായി. പാലത്തിന് മുകളിൽ ഇതിലോട്ട് നോക്കിയിട്ടുണ്ടോ? ബഹിരസ കുത്തി ഒഴുകല്ലേ പുഴ. പേടിയാവും. ട്രെയിനും കൂടെ വരുമ്പോഴാന്ന് വെച്ചാ പറയാൻ വേണ്ട. ഞാൻ കാലത്തെ അമ്പലത്തിൽ പോയിരുന്നു. ഒരർച്ചന ഉണ്ടായിരുന്നേ. ഇന്നലെ ജന്മനക്ഷത്ര എന്ന് വെച്ച് പിറന്നാളൊന്നുമല്ല കേട്ടോ. പിറന്നാളാണെന്ന് വെച്ചാൽ എല്ലാരും വിളിക്കൂലേ. ജന്മനക്ഷത്രത്തിന്റെ അന്ന് അർച്ചന നടത്തണമെന്ന് അമ്മയ്ക്ക് നിർബന്ധം. അമ്മ 14 കൊല്ലം അമ്പലങ്ങളായ അമ്പലങ്ങളൊക്കെ നേരത്തെ തന്നിട്ടത്രേ ഞാനുണ്ടായി. അതുകൊണ്ടാ. അല്ലാതെ എനിക്ക് ഈ അർച്ചനയിലും അമ്പലത്തിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല. പിന്നെന്താ, അമ്മ പറഞ്ഞാൽ എനിക്ക് എതിര് പറയാൻ പറ്റില്ല. അമ്മയുടെ ഒരു ഒരു എന്താ പറയാ, ഒരു സെന്റിമെന്റ്സ് അത് നമ്മൾ വേണ്ടേ മാനിക്കാൻ. അച്ഛൻ കൂടി മരിച്ച പിന്നെ അമ്മയ്ക്ക് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. പിന്നെന്താ, അമ്മയ്ക്ക് മൂക്കും ചട്ടത്താ ശുണ്ടി. ഞാനും അതേ പ്രയോഗം കേട്ടോ. ദേഷ്യം വന്ന പിന്നെ കണ്ണ് കണ്ടു. എല്ലാരോടൊന്നുമില്ല, അമ്മയോട് മാത്രം. മനസ്സുകൊണ്ട് ഇഷ്ടം തോന്നുന്നവരെ കിട്ടിയാല് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് എന്റെ ഒരു വീക്ക്നെസ്സാണ്. ഇങ്ങോട്ടൊന്നും പറയാത്ത ആളാവുമ്പോ പ്രത്യേകിച്ചു. പിന്നെ മൗനം വലിയ വലിയ ആളുകൾക്ക് ഒരു ഭൂഷണമാണെന്നാണല്ലോ ചൊല്ല്. ഇതിലേ പോയാൽ ആ കലുങ്ങിന്റെ ഇവിടെ 4ാമത്തെ വീടാ എന്റെ. പോട്ടെ, പ്രസാദം. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ചെന്ന് അടുക്കള കയറി എന്തെങ്കിലും ഉണ്ടായി കൊടുത്തിട്ട് വേണം ഡ്യൂട്ടിക്ക് പോയാൽ. ആരും ആ പാസഞ്ചറല്ല ഇന്ന്. പോട്ടെ. പുറത്താരെയും കാണുന്നില്ലല്ലോ. ഞാൻ കൂട്ടി ആ വിശ്രമം അടിച്ചേ. ആ ഗീതന്റെ ചേച്ചി കിടക്കുക. വിശേഷമൊന്നുമില്ല. ഒന്നുമില്ല. ഞാൻ നിലമ്പൂട്ട് പോവാ. വരാൻ വൈകും. പറഞ്ഞു. അവരെ അറിയൂ. ആ അറിയുമെന്ന് എന്റെ ഒരു ലൈനല്ലടാവുക. ശരിക്കും പിന്നല്ലാതെ ഉള്ളത് പറയണം. എന്റെ ഈ പ്രായത്തിനിടെ ഒരുപാട് വെപ്പിള്ളരെ ഞാൻ. പക്ഷെ ഇപ്പോഴുണ്ടാവും ഒരു ലൈനെന്ന് പറഞ്ഞാലുണ്ട്. അതാ ഹരീശ്രീ കുറിക്കാത്ത നിന്നോട് ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടാ കാര്യം. ഒരു പുരുഷൻ ഒരു പെണ്ണിന് മുമ്പ് ഒറ്റയ്ക്കാവുമ്പോ അവിടെയാണ് അവന്റെ ശക്തി കിട്ടേണ്ടത്. ചുമ്മാ വായും പിടിച്ച് കേട്ടോണ്ടിരുന്നിട്ട് എന്താ കാര്യം? കൊതിയുണ്ടേ പറഞ്ഞോ. അടുത്ത ഹാഫ് ഡേക്ക് ഒരു 19 രൂപയായിട്ട് ഇങ്ങ് പോരെ. നമുക്ക് ഒറ്റപ്പാലത്ത് പോയൊന്ന് വിലക്കാം. ഞാൻ വരാം, പൈസയും മുടക്കാം. പക്ഷെ ഞാനില്ല. വിലസിലൊക്കെ വാസോട്ടായി ഞാൻ കണ്ടോണ്ടിരുന്നോളാം. നിനക്കറിയോ 15ാമത്തെ വയസ്സിൽ പെണ്ണിനെ അറിഞ്ഞ വേടായി ഞാൻ.
15ാമത്തെ വയസ്സിൽ. എടാ, അന്ന് തൊട്ട് ഇന്ന് വരെ അക്കാര്യത്തിൽ ഓരോ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. പക്ഷേ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാല് ഗീത ഇപ്പോ വർക്ക്ഷോപ്പിലാണ്. പക്ഷെ അവിടെയും ഭാഗ്യം എന്നെ കൈവിട്ടില്ല എന്ന് കണ്ടോ. തേടി പിടിച്ച് വന്ന് എത്തിയില്ലേ ഉഷ. വളച്ചെടുത്ത് വരാൻ ഇത്തിരി വൈകുന്നേ ഉള്ളൂ. അത് അനിയത്തിയല്ലേ വസ്തുത? പിന്നെ 5 സഹോദരന്മാര് ചേർന്നൊരു പെണ്ണിനെ വെച്ച് പുലർത്തിയ കഥയാണ് നമ്മുടെ പുണ്യപുരാണം പഠിപ്പിക്കുന്നത്. അതിന് വലുതാണ് കുടുംബം കടന്നുപോയി. എന്താണ് കളയാൻ? പോകാൻ പറയടാ. ഞാൻ ഒരിക്കലും കരുതിയിരുന്നില്ല ചേച്ചി. എന്റെ കൈകൊണ്ട് തന്നെ രവിയേട്ടനെ. എനിക്കതാ സങ്കടം. ഞാൻ കൂടി കയറിയിരുന്നെങ്കിൽ എല്ലാം അതോടെ കഴിയുമായിരുന്നു. കരയാൻ വേണ്ടി മാത്രം എന്നെ ബാക്കിയാക്കി. എന്താ ഉഷേ നീ പറയണേ? അനുഭവിക്കേണ്ടത് പറ്റുമോ? നീ സമാധാനിക്ക. കരയാതെ, കരയാണ്ട് കഴിയുന്നത് മറക്കാൻ നോക്ക്. ദേ, നീ ഒന്ന് ചിരിച്ചേ. ദേ, ചേച്ചി ഒന്ന് കാണട്ടെ. ഈരന്റെ ചേച്ചി ഡോക്ടറെ കാണാൻ പോയി. എപ്പോ? കുറച്ചു നേരമായി. ഉടനെ വരുമെന്നാ പറഞ്ഞ്. കാപ്പി എടുക്കട്ടെ? ആ. വല്ലാത്ത പുറമേതിന് നാട് നിവർക്കാൻ വയ്യ. ഉഷ ഒരു ഉപകാരം ചെയ്യും. ഈ യൂക്കാലിപ്റ്റസ് പുറത്തോട്ട് തന്നിരുവി. ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങോട്ട് ഇടത്തോട്ട് കുറച്ച് ഒന്ന് നന്നായിട്ട്. അയ്യോ, ഇതൊരു വേദനയാണ്. ഇങ്ങോട്ട് എടുത്തോട്ട് കുറച്ച് കുറച്ച് മതിയോ? ആ മതി. ചേട്ടന് കുളിക്കണ്ടേ? കുളിക്കാം. കൊണ്ടെഴുതിയേ ആളിലെ താലി ചാർത്തി കറപ്പുരവോ കാത്തിരുന്നു. കുടമയിൽ ചൂടാനൊരു കുടമുല്ല. മുഷിഞ്ഞ തുണി തന്നെ തിരുമ്മിടായിരുന്നു. അത് ഗീത തിരുമ്മിട്ടോളൂ. അത് സാരമില്ല, ഞാൻ തിരുമ്മിടാം. ഞാനേ ഓർമ്മിക്കാതെ വല്ലതൊക്കെ പോക്കറ്റിലിടും.
അതൊരു പതിവാ. ഇല്ലല്ല, ഒന്നുമില്ല. ഉഷയ്ക്ക് എങ്ങനെയാ കൂനൂർക്ക് തന്നെ തിരിച്ചു പോണോന്നാ? ഇവിടെ എവിടെയെങ്കിലും ഒരു ജോലി ശരിയാക്കിയാല്.